വായിച്ച സങ്കീർത്തനം വളരെ പരിചയമുള്ള ഒരു സങ്കീർത്തനമാണ് 16-ാം സങ്കീർത്തനം. അതിൻ്റെ ഹെഡിങ്ങിൽ തന്നെ നമുക്കത് കാണാം. ദാവീദിൻ്റെ ഒരു സ്വർണ്ണഗീതം. എന്താണ് സ്വർണ്ണഗീതം? സ്വർണം ഉപയോഗിക്കാത്ത നമുക്ക് എന്താ ഈ സ്വർണ്ണഗീതത്തിനെ കുറിച്ചുള്ള പ്രസക്തി എന്താണ്? എന്നാൽ എനിക്ക് പറയാനുള്ളത്, ഈ സങ്കീർത്തനങ്ങളിൽ വളരെ വിലപ്പെട്ട വിഷയങ്ങൾ, so many valuable things are there in these psalms. ഈ 16-ാം സങ്കീർത്തനം മാത്രമല്ല, മറ്റ് ചില സങ്കീർത്തനം, അതായത് 56 മുതൽ 60 വരെയുള്ള സങ്കീർത്തനം, അതിൻ്റെ ഹെഡിങ്ങിൽ നമുക്ക് കാണാം സ്വർണ്ണഗീതം. അത് ദാവീദിൻ്റെ തന്നെയാണ്, വായിക്കേണ്ട. ഈ സങ്കീർത്തനങ്ങളിൽ എന്തുകൊണ്ടാണ് സ്വർണ്ണഗീതം എന്ന് പറയുന്നത്, സ്വർണ്ണ സങ്കീർത്തനം എന്ന് പറയുവാൻ കാരണം ഞാൻ പറഞ്ഞല്ലോ. അതിലെ കാര്യങ്ങളെല്ലാം വളരെ വിലപ്പെട്ടത്. എല്ലാ സങ്കീർത്തനവും വിലപ്പെട്ടതാണ്, ബൈബിള് വിലപ്പെട്ട. എന്നാൽ പ്രത്യേകിച്ച് എടുത്തു പറയുവാൻ ഈ സങ്കീർത്തനങ്ങൾ ഏറ്റവും വിലപ്പെട്ട കാര്യങ്ങൾ. ഓരോ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയും. ഓരോ വാക്യവും എടുത്ത് അതിൽ നിന്ന് ചില കാര്യങ്ങൾ പറയുവാനുണ്ട്. കാരണം അതുപോലുള്ള ഒരു സങ്കീർത്തനം, ഏറ്റവും വാല്യുബിൾ സാം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സങ്കീർത്തനം. അതിൻ്റെ 2-ാം വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു: ഞാൻ യഹോവയോട് പറഞ്ഞത്, നീ എൻ്റെ കർത്താവാകുന്നു, നീ ഒഴികെ ഒരു നന്മയും എനിക്കില്ല. വാസ്തവത്തിൽ ചിന്തിച്ചു നോക്കുക, നാം ദൈവത്തെ കർത്താവെന്നൊക്കെ വിളിക്കാറുണ്ട് കാര്യങ്ങളിൽ. പക്ഷേ വാസ്തവത്തിൽ നമ്മുടെ ദൈവം, നമ്മുടെ കർത്താവ് എന്ന് വെച്ചാൽ നമ്മെ കർത്തൃത്വം ചെയ്യുന്ന ആള്, നമ്മെ നയിക്കുന്ന ആള്, നമ്മെ നടത്തുന്ന ആള്, നമ്മെ കൺട്രോൾ ചെയ്യുന്ന ആള്. എന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റിയറിങ് കർത്താവ്. എന്ന് വെച്ചാൽ നമ്മൾ എവിടെ പോകണം, എന്ത് ചെയ്യണം, എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്താണ് നാം പറയേണ്ടത്, എന്താണ് നാം അടുത്ത കാര്യങ്ങൾ, എന്താണ് നാം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും വ്യക്തമായ ഗൈഡൻസ് തന്ന് നമ്മെ നടത്തുന്നയാൾ അത് നമ്മുടെ ദൈവമാണെങ്കിൽ അങ്ങനെയുള്ളവർക്കേ പറയുവാൻ കഴിയുള്ളൂ, ദൈവമേ നീ എൻ്റെ കർത്താവാണ്. ദാവീദിന് ശക്തിയോടെ പറയുവാൻ കഴിയുമായിരുന്നു, ദൈവമേ നീ എൻ്റെ കർത്താവാണ്. ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ, ഓരോന്നും ചെയ്യുമ്പോൾ നിന്നോട് ആലോചന ചോദിച്ചുകൊണ്ട് മാത്രമാണ് എന്നെ കർത്തൃത്വം അവിടുന്ന് ഏറ്റെടുത്തു. ഇന്ന് ദൈവസന്നിധിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് അങ്ങനെ പറയുവാൻ കഴിയുമെങ്കിൽ, എൻ്റെ കർത്തൃത്വം മറ്റാരുടെയും കയ്യിലല്ല, എൻ്റെ ഭാര്യയുടെ കയ്യിലോ ഭർത്താവിൻ്റെ കയ്യിലോ മറ്റു ലോകത്തിലുള്ള ഒരു വ്യക്തിയുമല്ല എന്നെ കർത്തൃത്വം ചെയ്യുന്നത്, അതെൻ്റെ ദൈവമാണ്. ദാവീദിൻ്റെ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം തൻ്റെ കർത്തൃത്വം, തൻ്റെ കൺട്രോൾ. കർത്താവിനെ പൂർണ്ണമായി, ദൈവത്തെ പൂർണ്ണമായി ഏൽപ്പിച്ചു. ദൈവമേ നീ എൻ്റെ കർത്താവാകുന്നു, നീ ഒഴികെ ഒരു നന്മയും. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന സകല നന്മകളും ദൈവത്തിൻ്റെതാണെന്ന് പറയുവാൻ കഴിയും. ദൈവമാണ് നമ്മെ നടത്തുന്നതെങ്കിൽ, നയിക്കുന്നതെങ്കിൽ, കർത്തൃത്വം ചെയ്യുന്നതെങ്കിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പറയുവാൻ കഴിയണം, എല്ലാ നന്മയും, സകല നന്മയും എൻ്റെ ദൈവത്തിൽ നിന്നുള്ളതാണ്. ഏത് സന്ധ്യാസമയം ദൈവസന്നിധിയിൽ കടന്നു വന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും പറയുവാൻ കഴിയണം, ദൈവമേ നീ എൻ്റെ കർത്താവാകുന്നു, നീ ഒഴികെ ഒരു നന്മയും എനിക്കില്ല. അത് നമുക്ക് പറയുവാൻ കഴിയണം. 5-ാം വാക്യം ഒന്ന് വായിക്കണമേ വത്സമിശ്ര, 5-ാം വാക്യം ഒന്ന് വായിക്കണമേ. മതി. അവകാശത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും പങ്ക് യഹോവ. അവകാശത്തിൻ്റെ പങ്ക് നല്ല കാര്യമാണ്. നല്ല കാര്യങ്ങൾക്കൊക്കെ ദൈവത്തിനും പങ്കുണ്ട്, വളരെ നല്ല കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഓരോ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കൊക്കെ ദൈവത്തിൻ്റെ പങ്കുണ്ട്, ദൈവം നമ്മോട് കൂടെ, അത് നല്ല കാര്യമാണ്. പക്ഷേ പാനപാത്രത്തിൻ്റെ പങ്ക് ദൈവം ഏറ്റെടുത്തിരിക്കുകയാണെന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ. എന്ന് വെച്ചാൽ എന്താണ് ഇതിൻ്റെ അർത്ഥം? പാനപാത്രത്തിൻ്റെ പങ്ക്, പോർഷൻ ഓഫ് മൈ കപ്പ് എന്ന് വെച്ചാൽ പോർഷൻ ഓഫ് മൈ സഫറിങ്. സോ whenever I suffer, oh Lord, I believe you are with me. എന്നോട് കൂടെയുണ്ട്. wherever I suffer, I know I am 100% sure you are with me, because you are a portion of my suffering. അതാ നമുക്ക് പറയുവാൻ കഴിയേണ്ടത്. നമുക്കറിയാം, മാർത്ത, മറിയ, ലാസർ, അവരുടെ ജീവിതത്തില് പല പല പ്രശ്നങ്ങളെ അവർ നേരിട്ടു. ചെറുപ്പത്തിൽ തന്നെ ഞാൻ ചിന്തിക്കുന്ന മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു, അനാഥ കുഞ്ഞുങ്ങളായി അവർ വളർന്നു വന്നു. പലരും അവരെ കൈവിട്ടു, അവരെ നോക്കുവാനോ അല്ലെ അവരെ ശ്രദ്ധിക്കുവാനോ ആ നാട്ടിൽ ആരുമില്ലായിരുന്നു. യേശു അവരുടെ ഒരു നിത്യ സന്ദർശകനായിരുന്നു.
പലരും ചോദിച്ച് എന്തിനാണ് ഈ യേശു എന്തിനാണ് ഈ വീട്ടിൽ എപ്പോഴും കയറി ഇറങ്ങി ഇങ്ങനെ പോകുന്നത്, എന്താ കാര്യം? അവർ കർത്താവിൽ പൂർണ്ണമായി ആശ്രയിച്ചു, വിശ്വസിച്ചു. പക്ഷേ അങ്ങനെ അവർ കർത്താവിൽ പൂർണ്ണമായി ആശ്രയിച്ച് വിശ്വസിച്ചിട്ട് പ്രതികൂലങ്ങളും എല്ലാം മാറിയോ? ചെറുപ്പത്തിലേ അവരുടെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു. അവർ അനാഥരായി വളർന്നു. അവർക്ക് ഏക ആശ്രയം, 2 സഹോദരിമാർക്ക് ഏക ആശ്രയം ലാസർ ദീനമായി. അപ്പോൾ പലരും പറഞ്ഞു കാണും, നാട്ടുകാർ പറഞ്ഞു കാണും, ഇവർ എപ്പോഴും കർത്താവ് അവിടെ ചെല്ലുന്നു, യേശു എന്ന് പറയുന്ന ഒരു വ്യക്തി എപ്പോഴും കയറി ഇറങ്ങുന്നു, എന്തുകൊണ്ട്, എന്താണ് പ്രയോജനം? ലാസർ രോഗിയായി, നിത്യരോഗിയായി ലാസർ ദീനം പിടിച്ചു, ലാസർ മരിച്ചു. ഞാൻ ആ സംഭവം വിശദീകരിക്കത്തില്ല. പലർക്കും വിരൽ ചൂണ്ടുവാൻ വേണ്ടിയുള്ള പല കാര്യങ്ങളുണ്ട്. കാരണം എത്ര ദൈവത്തെ സ്നേഹിച്ചിട്ടും എത്ര ദൈവത്തെ സേവിച്ചിട്ടും പ്രശ്നങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി കടന്നു വരുന്നു. അനേക പ്രശ്നങ്ങൾ ജീവിതത്തിൽ കടന്നു വരുന്നു. ഇന്ന് സന്ധ്യാസമയം എന്നെ കേൾക്കുന്ന പ്രിയ കർത്തൃദാസന്മാരെ, പ്രിയ സഹോദരി കുഞ്ഞെ, ദൈവത്തെ സ്നേഹിച്ചിട്ടും ദൈവത്തെ സേവിച്ചിട്ടും വിശ്വസ്തയോടെ ദൈവസന്നിധിയിൽ നിന്നിട്ടും പ്രശ്നങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി കടന്നു വരുമ്പോൾ നിങ്ങൾ ക്ഷീണിച്ചു പോകരുത്, ഭാരപ്പെട്ടു പോകരുത്. ഒരു കാര്യം ഓർക്കണം, എൻ്റെ ദൈവമാണ് എന്നെ നടത്തുന്നതെങ്കിൽ He is the portion of my suffering. ജീവിതത്തിൽ ഏതെല്ലാം കണ്ണുനീരിന്റെ അനുഭവം ഉണ്ടെങ്കിലോ വിശ്വസിക്കുക, He is my portion. എൻ്റെ കർത്താവിൻ്റെ ഓഹരിയാണ്, എൻ്റെ പാനപാത്രത്തിന്റെ ഓഹരിയാണ് എന്ന് നമുക്ക് വിശ്വസിക്കണം. യേശു കണ്ണുനീർ വാർത്തു. എന്തുകൊണ്ടാണ് യേശു കണ്ണുനീർ വാർത്തത്? അവിടെ പലരും കരയുന്നു. എത്രയോ പേര് ലോകത്തിൽ നിന്ന് മരിക്കുന്നു, മാറ്റപ്പെടുന്നു. പക്ഷേ ഈ ഭവനത്തിലേക്ക് കടന്നു വന്നപ്പോൾ, ലാസർ മരിച്ച് ചില ദിവസം കഴിഞ്ഞ് കർത്താവ് അവിടെ കടന്നു വന്നപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, ജീസസ് വെപ്റ്റ്. വൈ ജീസസ് വെപ്റ്റ്? ബിക്കോസ് He was the portion of their suffering. യേശു അവരുടെ സഫറിങ്ങിൻ്റെ, അവരുടെ വേദനയുടെ ഒരു പോർഷൻ ആയിരുന്നെന്ന് ഇന്ന് സന്ധ്യാസമയം വിശ്വസിക്കുക. നിന്റെ കണ്ണുനീരിൻ്റെ ഒരു പോർഷൻ, കണ്ണുനീരിൻ്റെ ഒരു ഭാഗം ഏറ്റെടുക്കുക. എൻ്റെ കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. വേദനിക്കുന്ന കുഞ്ഞെ, ഇന്ന് സന്ധ്യാസമയം ദൈവാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നു. He is the portion of your suffering. He is the portion of your suffering. നിന്റെ വേദന ഏറ്റെടുക്കുക, നിന്റെ കണ്ണുനീര് ഏറ്റെടുക്കുക, നിന്റെ കണ്ണുനീര് തുടയ്ക്കുവാൻ. He is the portion of your suffering. എൻ്റെ കർത്താവാണ് നിന്റെ ജീവിതത്തില്. He is the portion of the suffering. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ നമ്മുടെ കർത്താവ് നമ്മുടെ ജീവിതത്തില് നമ്മുടെ വേദനയുടെ ഒരു പോർഷൻ ആണെങ്കിൽ പിന്നെ എന്തിനാ ഭാരപ്പെടുന്നേ? ലാസർ മരിച്ചു, കാര്യം ശരിയാ. നാറ്റം വെച്ചു, കാര്യം ശരിയാ. നാറ്റം വെച്ച് 4 ദിവസം കഴിഞ്ഞ് നാറ്റം വെച്ചെങ്കിലും ലാസറേ പുറത്തു വരിക എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? Because he is the suffering. He is the portion of the suffering. നമ്മുടെ വേദനയുടെ ഒരു പോർഷൻ കർത്താവ് ഏറ്റെടുത്തു. ഇന്ന് നമുക്ക് സന്തോഷത്തോടെ പറയുവാൻ കഴിയണം, വേദനിക്കുന്ന സഹോദരി, നിങ്ങളോട് ദൈവാത്മാവ് വളരെ വ്യക്തമായി രാത്രി ഓർപ്പിക്കുന്നു, He is the portion of your suffering. നിന്റെ ജീവിതത്തിൽ വേദനയുടെ ഒരു പോർഷൻ എൻ്റെ കർത്താവാണെങ്കിൽ, ഏതെല്ലാം പ്രതികൂലത്തിന്റെ നടുവിലൂടെ കടന്നുപോയ നിന്റെ കുഞ്ഞിന്റെ ഭാവി ഇരുളടഞ്ഞതാണെങ്കിൽ വിശ്വസിക്കുക, ഈസ് യുവർ പോർഷൻ ഓഫ് സഫറിങ്. നിന്റെ ജീവിതത്തിലെ സഫറിങ്ങിന്റെ ഒരു പോർഷൻ ആണെന്ന് വിശ്വസിക്കുക. അങ്ങനെയെങ്കിൽ നാറ്റം വെച്ചാലും തകർന്നു പോകാൻ നമ്മുടെ കർത്താവ് സമ്മതിക്കുകയില്ല. ലോകം മുഴുവനും വിധി എഴുതിയെന്നിരിക്കും, ഇവൻ ഇതോടുകൂടെ അസ്തമിക്കുകയാണ്, ഇവരുടെ ചരിത്രം ഇവിടെ അവസാനിക്കുകയാണ്. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, നമ്മുടെ സഫറിങ്ങിന്റെ ഒരു പോർഷനായി കർത്താവ് നിൽക്കുന്നെങ്കിൽ, ഏതെല്ലാം വിഷയത്തിന് മുമ്പിൽ നിന്റെ മാതാവ് രോഗക്കിടക്കയിലാണെങ്കിൽ, നിന്റെ പിതാവ് രോഗക്കിടക്കയിലാണെങ്കിൽ, നിന്റെ കുഞ്ഞു വലിയ പ്രതിസന്ധിയുടെ നടുവിലാണെങ്കിൽ, നിന്റെ ഭാവി ഇരുളടഞ്ഞതാണെങ്കിൽ, പലതും ഒന്നിന്റെ മുമ്പിൽ വഴിയടഞ്ഞെങ്കിലോ, ഇന്ന് സന്ധ്യാസമയം വിശ്വസിക്കുക, He is the portion of your suffering. നിന്റെ വേദനയുടെ ഒരു പോർഷൻ എൻ്റെ കർത്താവ് ഏറ്റെടുത്തിരിക്കുകയാണ്. 6-ാം വാക്യം ഒന്ന് വായിക്കണമേ. അളവുനൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു, നീ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കും. മതി. പഴയ നിയമം വായിക്കുമ്പോൾ ആവർത്തന പുസ്തകത്തില്, യോശുവയുടെ പുസ്തകത്തിലൊക്കെ നാം പരിശോധിക്കുമ്പോൾ, യോശുവ സ്ഥലങ്ങൾ നൂലുകൊണ്ട് അളന്ന് പലർക്കും വീതിച്ചു കൊടുക്കുന്നതായി നമുക്ക് കാണാം. അളവ് നൂലെന്ന് പറയുന്ന അളന്നു കൊടുക്കുകയാണ്. അക്ഷരീകമായി യോശുവ സ്ഥലങ്ങൾ ഇങ്ങനെ വീതിച്ച് ഓരോരുത്തർക്ക് കൊടുത്തു. ദാവീദിന്റെ ഗോത്രത്തിന് ഏറ്റവും മനോഹരമായ ഒരു ദേശം തന്നെ ലഭിച്ചു.
അതുകൊണ്ടാണ് ദാവീദ് ഇവിടെ പാടിയത്, അളവുനൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു. അതേ, എനിക്ക് നല്ലൊരു അവകാശം ലഭിച്ചു. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, പുതിയ നിയമസഭയായ പുതിയ നിയമ ഇസ്രായേലായ നമുക്ക് ലഭിച്ചിരിക്കുന്നത് അവർക്ക് ലഭിച്ചതിനേക്കാൾ അതിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായ മനോഹര ദേശമാണ്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 14:2 യേശു പറഞ്ഞത്, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു, ഒരുക്കി കഴിഞ്ഞാൽ ഞാൻ വീണ്ടും വരും നിങ്ങളെ അവിടേക്ക് ചേർക്കുവാൻ. നമ്മുടെ ഭാഗ്യകരമായ പ്രത്യാശ അതാണ്, ദൈവമക്കളുടെ പ്രതീക്ഷ അതാണ്, പ്രത്യാശ അതാണ്. അളവുനൂൽ നമുക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നെന്ന് എത്ര പേർക്ക് ഇന്ന് രാത്രി പറയുവാൻ കഴിയും? അതേ, നല്ലൊരു അവകാശം. പഴയ നിയമ ഇസ്രായേലിന് കിട്ടിയതിനേക്കാൾ വലിയൊരു അവകാശം, ദാവീദിന് കിട്ടിയതിനേക്കാൾ നല്ലൊരു അവകാശം ഇന്ന് രാത്രി ദൈവമക്കളാകുന്ന നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുകയാണ്. അളവുനൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു. അതേ, നല്ലൊരു അവകാശം നമുക്ക് ലഭിച്ചിരിക്കുന്നു. അവകാശം ലഭിച്ചെന്ന് വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവ, ഒരു നിമിഷം കരമടിച്ച് ദൈവത്തെ സ്തുതിക്കാമോ? നിന്റെ ജീവിതത്തിൽ അവകാശം ലഭിച്ചെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ അവകാശം ലഭിച്ചെങ്കിൽ ഇന്ന് രാത്രി ശക്തിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയണം. അളവുനൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണു. അതേ, നല്ലൊരു അവകാശം എനിക്ക് ലഭിച്ചിരിക്കുന്നു. ഞാൻ വാസ്തവത്തിൽ ഇതിലെ ഓരോ വാക്യങ്ങളും വായിച്ചാൽ വലിയ സന്തോഷം തോന്നുന്ന വാക്യങ്ങളാണ് ഈ സ്വർണ്ണഗീതങ്ങളിലെ. ഒരു വാക്യം കൂടെ മാത്രം വായിക്കണമേ, അതിന്റെ തന്നെ 10-ാം വാക്യം ഒന്ന് വായിക്കണമേ. നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല. മതി. നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല. ശ്രദ്ധിക്കണം, ഇവിടെ ദാവീദ് പറയുകയാണ്, നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല. പക്ഷേ ദാവീദ് എന്റെ പ്രാണനെ എന്ന് പറയുന്നെങ്കിലും ശ്രദ്ധിക്കണം, ഇത് ദാവീദിനെ കുറിച്ചല്ല പറയുന്നത്. ദാവീദ് ഗോത്രത്തിൽ അഥവാ യഹൂദ ഗോത്രത്തിന്റെ സിംഹമായി ജനിച്ച, സകല ലോകത്തിന്റെയും പാപത്തെ ചുമന്ന സാക്ഷാൽ ദൈവപുത്രനെ കുറിച്ച് ദാവീദ് പ്രവചനാത്മാവിൽ വിളിച്ചു പറയുകയാണ്. ദാവീദ് പ്രവചനാത്മാവിൽ പറയുന്നു, നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല. എന്താണ് അതിൻ്റെ അർത്ഥം? പ്രവചനാത്മാവിൽ ദാവീദ് എഴുതി വെക്കുവാൻ കാരണം മറ്റൊന്നുമില്ല. ദാവീദ് മരിച്ചു, അടക്കപ്പെട്ടു, ദ്രവത്വം കണ്ടു. ലോകത്തിലെ സകല മഹാന്മാരും സകല മത നേതാക്കന്മാരും മരിച്ചു, അടക്കപ്പെട്ടു. അവരെല്ലാം ദ്രവത്വം കണ്ടെന്ന് വെച്ചാൽ എന്താ? അടക്കപ്പെട്ട് കഴിഞ്ഞ് ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ശരീരം ദ്രവിച്ച് മണ്ണോട് ചേർന്നു. ദാവീദിന് കിട്ടിയ വെളിപ്പാടാണ്. യേശു ജനിക്കുന്നതിന് അനേക തലമുറയ്ക്ക് മുമ്പ്, അനേക വർഷങ്ങൾക്ക് മുമ്പ് ദാവീദിന് ലഭിച്ച ആ വലിയ വെളിപ്പാട് ലോകത്തിലെ സകല മത നേതാക്കന്മാരും മരിച്ചടക്കപ്പെട്ട് ദ്രവത്വം കാണുമ്പോൾ നാം ആരാധിക്കുന്ന, നാം വിശ്വസിക്കുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മാത്രം മരിച്ചു, അടക്കപ്പെട്ടു, ദ്രവത്വം കണ്ടില്ല. ഇന്ന് രാത്രി നമുക്ക് സന്തോഷിക്കുവാനുള്ള വകയുണ്ട്. അപ്പോസ്തലർ പ്രവൃത്തി 2:24 പറയുന്നു, മരണത്തിന് അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. മരണത്തിന് അവനെ പിടിച്ചു വെക്കുവാൻ കഴിയയില്ലായിരുന്നു. നാം വിശ്വസിക്കുന്ന, നാം ആരാധിക്കുന്ന നമ്മുടെ ദൈവം മാത്രം ലോകത്തിലെ സകല മത നേതാക്കന്മാരും മരിച്ചടക്കപ്പെട്ട് ദ്രവത്വം കണ്ടപ്പോൾ ഇന്ന് രാത്രി വിശ്വസിക്കുക, ദ്രവത്വം കാണാത്ത ഒരേ ഒരു വ്യക്തി എൻ്റെ കർത്താവ് മാത്രം. നാം സേവിക്കുന്ന, നാം വിശ്വസിക്കുന്ന, നാം ആരാധിക്കുന്ന ദൈവം മാത്രം, നമ്മുടെ കർത്താവ് മാത്രം ദ്രവത്വം കണ്ടില്ല. ഇന്ന് രാത്രി അത് വിശ്വസിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പൊ പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ വീണ്ടും ഓർപ്പിക്കട്ടെ, മരണത്തിന് അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. മരിച്ചു കഴിഞ്ഞ് 3-ാം ദിവസം അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണത്തിന് അവനെ പിടിച്ചു വെക്കുവാൻ കഴിഞ്ഞില്ല. മരണത്തിന്റെ ശക്തിയെ തകർത്തവൻ അവൻ ഉയരത്തിലേക്ക് കടന്നുപോയെങ്കിൽ ഇന്ന് രാത്രി വിശ്വസിക്കുക, സകല മത നേതാക്കന്മാരും മരിച്ചടക്കപ്പെട്ട് ദ്രവത്വം കണ്ടപ്പോൾ ദ്രവത്വം കാണാത്ത ഒരുവൻ മാത്രം, ആ ദൈവത്തെയാണ് നാം ആരാധിക്കുക. ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധി എഴുന്നേറ്റ് നിൽക്കാം. ഒരുവന് മാത്രം ദ്രവത്വം കണ്ടില്ല. നമുക്ക് ഒരുമിച്ച് നമുക്ക് പാടുവാൻ കഴിയണം. ഉലകമഖാന്മാർ അഖിലരും ഒരുപോലെ ഉറങ്ങുമ്പോൾ, കല്ലറയിൽ ഉറങ്ങാതെ ദ്രവത്വം കാണാതെ എഴുന്നേറ്റ ഒരേ ഒരു വ്യക്തി മാത്രം, അത് ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ യേശു, അത് ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ കർത്താവ്. നമുക്ക് ചേർന്ന് പാടി ദൈവത്തെ സ്തുതിക്കാം. ഉലകമഹാത്മാരഖിലരും ഉറങ്ങുന്നു കല്ലറയിൽ, കരമടിച്ച് ഉലകമഹാ
ദേവന്മാരഖിലരും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ. നമ്മൾ ഉന്നതനേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. നമ്മൾ ഉന്നതനേശു ചേർന്ന് പാടിക്കാട്ടെ. ഹൃദയത്തിന്റെ ലോകത്തിലെ സകല മത നേതാക്കന്മാര് കല്ലറയിൽ വിശ്രമിക്കുമ്പോൾ ഉയർത്തെഴുന്നേറ്റ് നമ്മുടെ കർത്താവിനെ ചേർന്ന് പാടി ദൈവത്തെ സോദരരെ ഓ ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവേ സോദരരെ. നമ്മുടെ യേശുനാഥൻ ജീവിക്കുന്നതിനാ ജയഗീതം പാടിടുവേ. നമ്മുടെ യേശുനാഥൻ ജീവിക്കുന്നതിനാ ജയഗീതം പാടിടുവേ. ഓ പാപശാപം സകലവും തീർപ്പാൻ അവതരിച്ചിരുന്നവരാ. ഓ പാപശാപം സകലവും തീർപ്പാൻ അവതരിച്ചിരുന്നവരാ. ദൈവകോപത്തിൽ വെന്തെരിഞ്ഞവരാ രക്ഷകൻ ജീവിക്കുന്നു. രക്ഷകൻ ജീവിക്കുന്നു. ഓ ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവേ സോദരരെ. ഓ ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവേ സോദരരെ. നമ്മുടെ യേശുനാഥൻ ജീവിക്കുന്നതിനാ ജയഗീതം പാടിടുവേ. നമ്മുടെ യേശുനാഥൻ കരുഷതയകറ്റി കണ്ണുനീർ തുടപ്പി ഒരുമിച്ച് ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ആത്മാവിൽ ആരാധിക്കുവാൻ നാം ഒരുമിച്ച് കൂടിയിരിക്കുമ്പോ എല്ലാ കാര്യങ്ങളും അടിച്ച് ചേർന്ന് പാടി ദൈവത്തെ ശരിയാവോ ജീവിക്കവേ ഇനി അലസത ശരിയാവോ. ഓ ഗീത ഗീത ജയ ജയ ഗീത പാടുവേ സോദരരെ. ഓ ഗീത ഗീത ജയ ജയ ഗീത പാടുവേ സോദരരെ. നമ്മളെ യേശുനാഥൻ ജീവിക്കുന്നതിനാ ജയഗീത പാടിടുവേ. നമ്മുടെ യേശുനാഥൻ ജീവിക്കുന്നതിനാ ജയഗീത പാടിടുവേ. വാതിലുകളെ നിങ്ങൾ തലകളെ ഉയർത്തി വരുന്നിത ജയരാജേ. ഓ വാതിലുകളെ നിങ്ങൾ തലകളെ ഉയർത്തി വരുന്നിത ജയരാജേ. നിങ്ങളുടെ യേശുവെ സ്വീകരിപ്പാൻ നിങ്ങൾ ഉയർന്നിരിപ്പി തലകുകളെ യേശുവെ സ്വീകരിപ്പാൻ. ഓ ഗീതം ജയ ജയ ഗീത പാടുവേ സോദരരെ. നമ്മളെ യേശുനാഥൻ ജീവിക്കുന്നതിനാ ജയഗീത പാടിടുവേ. നമ്മളെ യേശുനാഥൻ ജീവിക്കുന്നതിനാ ജയഗീത പാടിടുവേ. ഓ ഉലക മഹാത്മാരഖിലേ
ദൈവത്തെ സ്തുതിക്കാം, ആത്മാവിൽ ദൈവത്തെ ആരാധിക്കാം, അന്യഭാഷയിൽ ദൈവത്തെ